نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا لا تحرموا طيبات ما أحل الله لكم لا تحرموا طيبات ما أحل الله لكم ولا تعتدوا إن الله لا يحب المعتدين وكلوا مما رزقكم الله حلالا طيبا واتقوا الله الذي أنتم به مؤمنون സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തി ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ കുറേ കൂടി വൃത്തിയുള്ള തഖ്വയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കണം എന്ന് എന്നെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. റമളാനിൻ്റെ 1/3 നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. പോയിപ്പോയ ദിനരാത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയമായിട്ടുണ്ട്. ഇനി കിട്ടാവുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ, ഇപ്പോൾ 10 ദിനങ്ങൾ പോയതിനേക്കാൾ വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ ദിനരാത്രങ്ങൾ നമ്മൾ നന്നായി തന്നെ ഉപയോഗപ്പെടുത്തിയോ അതല്ല നമ്മുടെ കൂടപ്പിറപ്പായ അലസത അവിടെയും വില്ലനായി മാറിയോ എന്ന് പരിശോധിക്കണം എന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ മാസത്തിലാണ് വിശ്വാസികളായ ആളുകൾ പലപ്പോഴും അവരുടെ സക്കാത്ത് നിർവഹിക്കാറുള്ളത്. അവരുടെ നിർബന്ധ ദാനധർമ്മവും ഐച്ഛികമായ ദാനധർമ്മങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. പ്രവാചകൻ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഉദാരനായിരുന്നു റമളാൻ മാസത്തിലെന്ന്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ അനുയായികളായ നമ്മളും ഉദാരതയിൽ മത്സരിക്കുന്ന ഒരു മാസമാണ് റമളാൻ മാസം. വിവരമില്ലാത്ത ചിലരൊക്കെ റമളാനിനെ പിരിവിൻ്റെ മാസം എന്ന് കളിയാക്കാറുണ്ടെങ്കിലും പടച്ചതമ്പുരാന്റെ ഒരുപാട് പുണ്യം വാരിക്കൂട്ടാനുള്ള ഒരു നല്ല സുവർണാവസരമായി അത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് വിശ്വാസികളുടെ ഒരു നിലപാട്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ മാഇദയിൽ 5-ാമത്തെ സൂറത്തുൽ മാഇദയിൽ നിന്നാണ്. 77, 87, 88 ആയത്തുകൾ. അതിൽ നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ട ചില സംഗതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ആയത്തിറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. അതാദ്യം പറയുകയാണ് നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ മതം പഠിപ്പിച്ചവർ വിശ്വാസികളായി മാറി. വിശ്വാസികളാകുന്നതോടുകൂടി അവരുടെ മനസ്സിലെ പഴയ ദുരാചാരങ്ങളൊക്കെ വിട്ടുമാറി. അവർ നല്ല മനുഷ്യന്മാരായി. ഈ നല്ല മനുഷ്യന്മാരായി നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു പോകുന്നതിനിടയിൽ മനുഷ്യനെ പിടികൂടുന്ന മറ്റൊരു അസുഖമാണ് ഈ ഒലൂവ് എന്നത്. ഇങ്ങനെ പോരാ, കുറച്ചുകൂടി ഞാൻ ഇബാദത്ത് എടുക്കേണ്ടതുണ്ട്. ഇബാദത്തിന് വേണ്ടി മാത്രം ഞാൻ ഒഴിഞ്ഞു വെക്കേണ്ടതുണ്ട്. എന്നെ ഭൗതികമായ സൗകര്യങ്ങളും സുഖങ്ങളും ആഡംബരങ്ങളും ഒരുപക്ഷെ സ്വർഗം കിട്ടുന്നതിന് എന്നെ തടസ്സപ്പെടുത്തിയേക്കാം. അതൊരു നല്ല വിചാരമാണ് ശരി.
പക്ഷെ അങ്ങനെ തന്നെ ജീവിച്ച് കുടുംബമില്ലാതെ, ഭാര്യമാര് ഇണകളില്ലാതെ, കുട്ടികളില്ലാതെ, സമൂഹത്തോട് യാതൊരു സംഗതികളുമില്ലാതെ, ബാധ്യതകളൊന്നും നിർവഹിക്കാതെ അവനവന്റെ മഠങ്ങളിലേക്ക്, ആരാധനാലയങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്നതിനെ അള്ളാഹുവിന്റെ മതം പ്രോത്സാഹിപ്പിക്കുകയല്ല, നിരുത്സാഹപ്പെടുത്തുകയും ചീത്ത പറയുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കെ മദീനയിൽ അങ്ങനെ ഒന്നിലേറെ സംഭവങ്ങൾ ഉണ്ടായി. അവരിൽ പലരും പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ചിലർ പറഞ്ഞു, ഞാൻ നോമ്പാണ്. ചിലർ പറഞ്ഞു, ഞാനിനി ഉറങ്ങുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില പ്രതിജ്ഞകളൊക്കെ ഉണ്ടായി. ആ പ്രതിജ്ഞകളൊക്കെ ഉണ്ടായപ്പോ അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു പറഞ്ഞു, ഇന്നലി അൻഫുസിക്കും അലൈക്കും ഹഖ്ഖ. നിങ്ങളുടെ ദേഹത്തോട് നിങ്ങൾക്ക് ചില ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട്. നിങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസൂമു വഅഫ്തിറു. നോമ്പെടുക്കണം. നോമ്പെടുക്കാത്ത ദിനങ്ങൾ ഉണ്ടാകണം. സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണിത്, റമദാനിലെ നോമ്പിനെ കുറിച്ചല്ല. നോമ്പെടുക്കുന്ന ദിനങ്ങൾ ഉണ്ടാവാം, നോമ്പെടുക്കാത്ത ദിനങ്ങളും ഉണ്ടാവണം. വഖൂമു വനാമു. നിങ്ങൾ ഉറങ്ങണം, എഴുന്നേറ്റ് നമസ്കരിക്കുകയും വേണം. ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അനസൂം വഅഫ്തിറു വആകുൽ അല്ലഹ് വതസ്വഅത്തിൻ നിസാ. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഭാര്യമാരുമായി ബന്ധപ്പെടുന്നുണ്ട്. വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. അത് ഇഷ്ടപ്പെടാത്തവർ മുസ്ലിമീങ്ങളല്ല. അങ്ങനെയുള്ള ഒരു ജീവിതം സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സാമൂഹ്യമായി ആചരിക്കേണ്ട ആചാരങ്ങളും കടമകളും കടപ്പാടുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് പോവാതെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ട ഒരു ജീവിതം, അത് എന്റെ ചര്യയല്ല. മാ ബാലു അഖ്വാമിൻ ഹറമു അൻ-നിസാ വat-തആമ wat-തീബ വൻ-നൗം വശഹവാത്ത് النിസാ അമാ ഇന്നി ലസ്തു ആമുറുകും അൻ തകൂനു ഖിസ്സീൻ വറഹ്ബാനൻ ഫഇന്നഹു ലൈസ ദീനി തർകുൽ ലഹ്മ വൻ-നിസാ. ആരാധനകൾക്ക് വേണ്ടി മഠങ്ങളിൽ ചടഞ്ഞുകൂടുകയും എന്നിട്ട് ഇപ്പറഞ്ഞ സുഖാഡംബരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ഒരു സന്യാസം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് എന്റെ മതമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാവണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അല്ലാഹു ആയത്തിറക്കി. ലാ തുഹർരിമൂ, നിങ്ങൾ നിഷിദ്ധമാക്കരുത് സ്വയം. ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കി തന്ന ഒരുപാട് വിഭവങ്ങളുടെ ദുനിയാവിൽ അത് നിങ്ങൾ ഹറാമാക്കരുത് സ്വന്തം ഇഷ്ടത്തിന്. വലാ തഅതദൂ, നിങ്ങൾ അതിക്രമം കാണിക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലും ത്വയ്യിബുമായത് അനുഭവിച്ചുകൊള്ളൂ, ഭക്ഷിക്കണം നിങ്ങൾ. വത്തഖുല്ലാഹ്, ഏത് സുഖാഡംബരങ്ങൾ അനുഭവിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും നിങ്ങൾക്ക് തഖ്വയുണ്ടാകണം, അത്രയേ ഉള്ളൂ എന്ന് സന്യാസം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ സഹോദര സമുദായങ്ങളിൽ രണ്ടിലും അതുണ്ട്. ഹൈന്ദവ സമൂഹത്തിൽ അതുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലും അതുണ്ട്. അതിന്റെ ഇടങ്ങേറുകളും അതിന്റെ പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടനുഭവിക്കുന്നുമുണ്ട്. അങ്ങനെയല്ല ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അതിന്റെ കൂട്ടത്തിൽ ഒന്നാണ് മനുഷ്യന്റെ ധനം എന്ന് പറയുന്ന സാധനം, സമ്പത്ത് എന്ന് പറയുന്ന സാധനം. സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ എത്രയും സമ്പാദിക്കാം. അതിന് അതിർവരമ്പുകളോ അതിരോ ഒന്നും, ലിമിറ്റൊന്നും അള്ളാഹുവിന് മതം വെച്ചിട്ടില്ല. ഹലാലായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ധനമാണ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമെന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞു. നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു സംഗതിയാണത്. മനുഷ്യനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞൊരു ഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് ആ സമ്പാദ്യത്തെ കുറിച്ച് ഒരായത്തുണ്ട്, വലാ തുസ്ഫഹാ അംവാലുക്കും, നിങ്ങൾ നിങ്ങളുടെ ധനം സുഫഹായിന്റെ കയ്യിൽ കൊടുക്കരുത്. അത് കൈകാര്യം ചെയ്യാൻ അറിയാത്തവരുടെ കയ്യിൽ കൊടുക്കരുത്. പമ്പര വെട്ടികളെ നിങ്ങളുടെ സമ്പത്ത് ഏൽപ്പിക്കരുത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ മുതിർന്ന തലമുറ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെയും അതിന്റെ പിന്നാലെ വരുന്ന തലമുറകൾ നശിപ്പിക്കുകയാണ്. ആ നാശകാരികളുടെ കയ്യിൽ നിങ്ങളുടെ സ്വത്തേൽപ്പിക്കരുത്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ, അത് നിങ്ങളുടെ നിലനിൽപ്പായി അള്ളാഹു കണക്കാക്കിയതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ഒരു സമൂഹത്തിലാണ് നിലനിൽപ്പുണ്ടാവുക. സാമ്പത്തികമായി അങ്ങേയറ്റം പാപ്പറായി പോയ ഒരു വർഗത്തെ ആരും തിരിഞ്ഞു നോക്കൂല. അവർക്ക് ഒരു സംഭാവനയും അർപ്പിക്കാനുമാവില്ല. അതൊരു സത്യമാണ്. അത് അംഗീകരിക്കുന്നു വിശുദ്ധ ഖുർആൻ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അത്തരം അവരുടെ ഇപ്പൊ അനാഥകൾ, അതുപോലെ തന്നെ ആ ഗണത്തിൽപ്പെടുന്ന
വളരാത്ത ആളുകൾ, അവർക്കൊക്കെ സാമ്പത്തികമായി അനന്തരാവകാശമായി കിട്ടുന്ന സ്വത്തുക്കൾ ഉണ്ടാകും. അത് നിങ്ങൾ നേരെ അവരെ ഏൽപ്പിക്കരുത്. അത് നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. അനാഥ കുട്ടികൾ അതിന് പ്രാപ്തരായിട്ടുണ്ടാവില്ല. അങ്ങനെ പ്രാപ്തമാവാത്ത ആളുകളുടെ സമ്പത്ത് പ്രാപ്തിയുള്ള ആളുകൾ കൈകാര്യം ചെയ്യണം. എന്നിട്ട് വർസുഖൂഹും, അവർക്ക് അതിൽ നിന്ന് നിങ്ങൾ നൽകണം. ഫിഹ വക്സൂഹും വഖൂലൂഹും ഖൗലൻ മഅറൂഫ, അവരോട് നന്നായി സംസാരിക്കുകയും വേണം. മനുഷ്യന്റെ നാഗരികതയുടെ സുപ്രധാനമായ ഈടുവെപ്പുകളിൽ ഒന്നാണ് ഈ ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥ പഠിച്ചിട്ടാണ് പല ആളുകളും ഇസ്ലാമിനോട് അടുപ്പം കൂടുന്നതും മുസ്ലിമായി മാറുന്നതും. നമ്മൾ ആ ഭാഗം അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ രാജ്യം പോലും, ഈ രാജ്യം ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല ഭരണകൂടം. പക്ഷെ ആ ഭരണകൂടം പോലും ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രവും സമ്പൽ വ്യവസ്ഥയും അത്രമേൽ മനോഹരവും അത്രമേൽ കുറ്റമറ്റതും ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ഉപകാരപ്രദവുമാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥയിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ് അതിന്റെ സക്കാത്ത് സംവിധാനം. സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച സമ്പത്തിന് ഇസ്ലാമിനൊരു കൺസെപ്റ്റ് ഉണ്ട്. മറ്റുള്ള ഇസങ്ങൾക്ക് മറ്റു കൺസെപ്റ്റുകളാണുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായത്തിൽ 97-ലും 39-ലും 10-ലും ഈ ഭൂമി തന്നെയും അള്ളാഹുവിൻ്റെതാണ്. ഈ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ കുറിച്ച് 24-ാം അധ്യായത്തിൽ 33-ൽ മാലുല്ലാ എന്നാ പറഞ്ഞത്. അത് അള്ളാഹുവിൻ്റെതാണ്. മുതൽ എന്റെ അക്കൗണ്ടിലാവാം, ഞാൻ വസിക്കുന്ന ഭൂമിയുടെ ആധാരം എന്റെ പെട്ടിയിലാവാം, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ ശരിക്കുള്ള അവകാശി അള്ളാഹുവാണ്. 62-10-ലും 73-20-ലും അള്ളാഹുവിന്റെ ഔദാര്യം ഫളലുല്ലാ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ വിഭവം റിസഖ് 67-ാം അധ്യായത്തിൽ 15-ലും 2-ാം അധ്യായത്തിൽ 60-ലും അതിനെ റിസഖ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വിഭവങ്ങളിൽ മനുഷ്യരെ പ്രതിനിധികളാക്കി വെച്ചിരിക്കുന്നു. യസ്തഖ്ലിഫൂന എന്ന പദമാണ് 57-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിലുള്ളത്. ഇതാണ് ശരിക്കും ധനവും നമ്മളും തമ്മിലുള്ള ബന്ധം. യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. നമ്മൾ പറയാറുണ്ട്, ഞാൻ പഠിച്ച് അധ്വാനിച്ച് ജോലി കിട്ടിയിട്ട് എനിക്ക് ഞാൻ അങ്ങനെ സമ്പാദിച്ചതാണ്, ഇങ്ങനെ സമ്പാദിച്ചതാണ്, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്, ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊക്കെ. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മന്ത്രങ്ങളൊക്കെയും ചില ദിക്റുകളൊക്കെയും ദിനേന പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമുക്ക് നഷ്ടങ്ങളുണ്ടാകും. സാമ്പത്തികമായ നഷ്ടങ്ങൾ, ശാരീരികമായ നഷ്ടങ്ങൾ, പെടുന്നതിനുള്ള അപകടങ്ങൾ, മരണങ്ങൾ, ദുരന്തങ്ങൾ. നമ്മൾ എന്താ പറയാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് അത്? അതൊരു നിലപാടാണ്, ഒരു വിശ്വാസമാണ്. ഇതൊക്കെല്ലാം അള്ളാഹുവിൻ്റെതാണ്. എല്ലാം അള്ളാഹുവിലേക്ക് മടക്കപ്പെടണം. ഏതെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് ആയതുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. എന്തിനാ നമ്മൾ അൽഹംദുലില്ലാ പറയുന്നത്? അത് അള്ളാഹുവിൻ്റെതായത് കൊണ്ട്. നമ്മുടെ നേരത്തെ പ്രഖ്യാപനം മുതൽ അത് എന്റെ സാമർഥ്യവും എന്റെ സംഗതികളുമാണെങ്കിൽ ഞാൻ എന്തിനു അൽഹംദുലില്ലാ പറയണം? എനിക്ക് വലിയ ഗംഭീരമായ നഷ്ടം വരുമ്പോ ഞാൻ എന്തിനു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം? അത് പറയണം എന്ന് മതം പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെതായത് കൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഓരോ അനക്കവും നമ്മൾ നടത്തുന്നത്. ഇതൊക്കെയും പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന വിഭവങ്ങൾ നമ്മുടേതല്ല എന്നാണ്, മറിച്ച് അള്ളാഹുവിൻ്റെതാണെന്നൊരു ബോധമുണ്ടാവണം. സമ്പത്തുമായിട്ടുള്ള ചിന്ത വരുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ബോധമുണ്ടാവണം, ഇതെന്റേതല്ല. അതുകൊണ്ട് ഇസ്ലാമിക ദൃഷ്ടി, അപ്പം ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും നമ്മുടെ ഇടതും വലതുമുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് എല്ലാം സ്റ്റേറ്റിൻ്റെതാണ്, വ്യക്തിക്ക് അതിൽ യാതൊന്നുമില്ലെന്ന്. കമ്മ്യൂണിസം. ക്യാപിറ്റലിസം പറയുന്നു എന്ത് സ്റ്റേറ്റ്, ഓരോ വ്യക്തിയുമാണ് അതിന്റെ ഉടമ, അയാൾക്ക് ഇഷ്ടമുള്ള പോലെയാവാം. ഇത് രണ്ടും നമ്മൾ അനുഭവിച്ചറിയുന്നു. അതിന്റെ രണ്ടിന്റെയും നടുവിലൂടെ ഈ പറഞ്ഞ സംഗതിയിലൂടെ അള്ളാഹുവിന്റെ മതവും പോകുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആയിരക്കണക്കിന് ജന്തുജാലങ്ങളിൽ ഒരു ജീവിയാണ് മനുഷ്യൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ജീവികൾ നമ്മളെക്കാൾ വലിപ്പമുള്ള, നമ്മളെക്കാൾ വേഗതയുള്ള, നമ്മളെക്കാൾ എല്ലാമുള്ള, ഓരോന്നാണ്? നമ്മളല്ല ഏറ്റവും വലിയ ജന്തു,
നമ്മളല്ല ഏറ്റവും സ്പീഡുള്ളത്, നമ്മളല്ല ഗ്രാഹ്യശക്തിയും അതുപോലെ തന്നെ ശ്രവണശക്തിയും ഒന്നും കൂടുതലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ മീതയാണെന്നുള്ള പ്രമുഖ സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് കറന്ന ബലിയാകും. മാത്രവുമല്ല ആ ജന്തുജാലങ്ങളെയൊക്കെ നമുക്ക് അധീനപ്പെടുത്തി എന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഖേമന്മാരായി നടക്കുന്നു. ഏതെങ്കിലും മറ്റൊരു ജന്തു ദുനിയാവിലെ വിഭവങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? പോരെന്ന്, എനിക്ക് ലഭിച്ചത് പോരാ, കുറെ കൂടി വേണം, തികഞ്ഞില്ല എന്ന് ഏതെങ്കിലും മനുഷ്യനല്ലാത്ത ആരും പറയുന്നില്ല. എന്തുകൊണ്ടേക്കും അങ്ങനെ? എന്നാൽ അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പറയുന്ന വിഭവങ്ങൾ കണക്കാക്കിയിട്ടാണ് ഓരോ ജന്തുവിനെയും ഈ ദുനിയാവിലേക്ക് പടച്ചുവിടുന്നത്. എത്രയെത്ര ജന്തുജാലങ്ങൾ നിങ്ങളോടൊപ്പം ജീവിക്കുന്നുണ്ട് മനുഷ്യകുലമേ. അവർ അവരുടെ റിസ്ക്കും വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നു. റിസ്ക് അവർ കണ്ടെത്തുന്നു, അവർ അനുഭവിക്കുന്നു. പക്ഷേ അവർക്ക് അല്ലാഹു വിഭവങ്ങൾ നൽകുന്നു. നിങ്ങൾക്കും അല്ലാഹു തന്നെയാണ് റിസ്ക് ലഭിക്കുന്നത്. റിസ്ക്കിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ബാക്കിയുള്ളവരുടെ നിലപാടിലുള്ള സംഗതികൾ നിങ്ങൾ പഠിക്കുന്നില്ല. ഇതിനെ ചേർത്ത് വെച്ചുകൊണ്ട് പല ഹദീസുകളുമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയപ്പോ എല്ലാവർക്കും ഒരുപോലെ നൽകിയില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തിൽ ചില കാരണങ്ങളുണ്ട്. എല്ലാവരെയും ഒരുപോലെ ആക്കില്ല. ചിലർക്ക് അല്ലാഹു സമ്പത്ത് അധികമായി നൽകി, ചിലർക്ക് അല്ലാഹു സമ്പത്ത് പിടിച്ചു വെച്ചു. അത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പറഞ്ഞു. സമ്പത്ത് ഇല്ലാത്ത ഒരു പാവം അയാളുടെ കുറ്റം കൊണ്ട് ദരിദ്രനായതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ദരിദ്രനായിട്ടാണ് വെച്ചത്. സമ്പത്ത് കുന്നുകൂടിക്കിടക്കുന്ന ഒരു ധനാഢ്യനായ ആൾ അയാളുടെ സാമർത്ഥ്യം കൊണ്ട് കോടീശ്വരനായതല്ല. ഈ കോടീശ്വരൻ എന്ന പദത്തെ കുറിച്ച് വേർതിരിച്ച് ചെയ്യേണ്ടതുണ്ട്. അയാൾ അങ്ങനെ ധനാഢ്യനായതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. വല്ലാഹു ഫളല ബഅദകും അലാ ബഅദിൻ ഫി റിസ്ഖ്. റിസ്ഖിന്റെ വിഭവങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏറ്റക്കുറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. ഫമല്ലദീ ഫളലു, എന്നാൽ അല്ലാഹു വിഭവങ്ങൾ ധാരാളമായി നൽകിയ ആളുകൾ ബിറാദ്ദി റിസ്ഖിഹിം അലാ മാ മലകത് അയ്മാനുഹും, അവരുടെ കീഴാളരായ ആളുകൾക്ക്, അവരുടെ ആശ്രിതരായ ആളുകൾക്ക് അവരുടെ ധനത്തിൽ നിന്ന് വിട്ടുകൊടുക്കുന്നില്ല. ഫഹും ഫീഹി സവാ, അവർ അതിൽ തുല്യരാവാൻ അങ്ങനെ ചെയ്യുന്നില്ല. തുല്യമായി അനുഭവിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നവുമില്ല. അഫബി നിഅമത്തില്ലാഹി യജ്ഹദൂൻ, അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിഷേധിക്കുകയാണോ നിങ്ങൾ? അല്ലാഹുവിന്റെ നിഅമത്തുകൾ അവർക്ക് കൂടിയുള്ളതല്ലേ നിങ്ങളുടെ കയ്യിൽ തന്നത്? അവർക്ക് കൊടുക്കാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു അല്ലാഹു. എന്തിന്? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ വിഭവങ്ങളെ കെട്ടിപ്പൂട്ടി വെക്കുന്നതിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളതിൽ ഖലീഫമാരാണ്, നിങ്ങളതിൽ നിന്ന് ചേവയിക്കണം. അത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട മുവഹിദുകൾ ആണ് നമ്മൾ. പക്ഷെ നമ്മൾ ഈ ധനത്തെ പൂജിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവുകയില്ല. പലപ്പോഴും ധനപൂജ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതും ശിർക്കാണ്. ധനപൂജ, പൈസയെ പൂജിക്കുന്ന ഒരു വർഗം, അങ്ങനെയാണ് സമൂഹത്തിൽ പല ആളുകളും. ഈ വിഷയം വരുമ്പോൾ ഈ തൗഹീദൊന്നും മനസ്സിലേക്ക് കയറാത്തൊരവസ്ഥയുണ്ട്. ധനപൂജ കുഫ്റും ശിർക്കുമാണെന്ന് പഠിപ്പിക്കാൻ നമ്മളിപ്പോൾ ഓതി മടക്കി വെച്ച് സൂറത്തുൽ കഹ്ഫിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു തോട്ടക്കാരന്റെ കഥ പറയുന്നുണ്ട്. അതിന്റെ പരിഭാഷക്കെടുത്ത് വായിച്ചു നോക്കിയാൽ അയാളുടെ ഒരു സമ്പത്തിനോടുള്ള കൺസെപ്റ്റ് ഷിർക്കാണ്, കുഫ്റാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ആണ് ഈ ധനപൂജ എന്ന് പറയുന്ന ഈ സാധനത്തിൽ നിന്ന് ഉയർക്കൊണ്ട ചില പദങ്ങളുണ്ട്. ഈ കോടീശ്വരൻ എന്ന പദം, ഞാൻ നേരത്തെ പറഞ്ഞ പദമുണ്ടല്ലോ, കോടീശ്വരൻ, അത് അങ്ങനത്തെ ഒരു ചിന്താധാരയിൽ നിന്ന് വന്നതാവാം. അല്ലെങ്കിൽ എന്തിനപ്പോ അന്ന് ഇപ്പോഴും കോടി അത്ര വലിയ പ്രശ്നമല്ല. പഴയ കാലത്ത് കോടിയും ഈശ്വരനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് ഗോൾഡ് എന്നെന്തിനാണ് ജ്വല്ലറിക്കാർ പരസ്യം വെക്കുന്നത്?
പൊന്നുമോൻ എന്ന ഈ പൊന്നുമോൻ എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം എന്താവാം? അങ്ങനെ കുറെ പദങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പൊന്നും പണവുമായി അതുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ മനസ്സിന്റെ താലോലങ്ങളെ വികാരങ്ങളെ താലോലിക്കുന്ന ചില പദങ്ങൾ. വവൈലുല്ലിൽ മുശ്രിക്കീൻ, വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. വവൈലുല്ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്കാണ് സകലമായ നാശം. ആരാണ് മുശ്രിക്? ആരാണ് മുശ്രിക്? വിശുദ്ധ ഖുർആനിന്റെ ഹാമീം സജദയിലെ 6-ാമത്തെയും 7-ാമത്തെയും ആയത്ത് പഠിപ്പിക്കുന്ന മുശ്രിക് ആരാണ്? അല്ലദീന ലാ യൂതൂന സകാത്ത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കാണ് മുശ്രിക് എന്ന് പറയുക. അവർ മുശ്രിക്കുകളാണ്. പക്ഷേ അതേ ഗണത്തിൽ അല്ലാഹുവിന്റെ കിതാബ് എഴുതുന്നു ഫവൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സകാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സകാത്ത് കൊടുക്കാത്തവരെയും അതേ ഗണത്തിൽ പെടുത്തുന്നു. കടുത്ത ശിക്ഷ അല്ലാഹുവിന്റെ കിതാബ് അങ്ങനെയുള്ള ആളുകൾക്ക് പറയുന്നു. നമ്മൾ അറിയുന്ന സംഗതിയാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും കൂമാരമായി കൂട്ടിവെക്കുകയും വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്താൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ പ്രവാചകരെ. നരകത്തിൽ നിന്ന് ചൂടാക്കപ്പെട്ട സാധനങ്ങൾ വെച്ചിട്ട് അവരെങ്ങനെ പുറം പൊള്ളിക്കുമെന്ന്, അവരുടെ പാർശ്വഭാഗങ്ങളും ഒക്കെ പൊള്ളിക്കുമെന്ന ആയത്ത് സുപരിചിതമാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ജീവിതത്തിലേക്ക് അതങ്ങനെ ഇറങ്ങുന്നില്ല മാത്രം. കടുത്ത ശിക്ഷ. മഴ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവാൻ ഒരു കാരണം വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരിറ്റ് വെള്ളം താഴേക്ക് വരില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ജീവജാലങ്ങൾ മറ്റുള്ളവ ഇല്ലായിരുന്നുവെങ്കിൽ ഒരിറ്റ് വെള്ളം ആകാശത്ത് നിന്ന് മഴയായി പെയ്യുമായിരുന്നില്ല എന്ന് അല്ലാഹുവിന്റെ മതം പറയും. നമ്മൾ മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ, സക്കാത്ത് കൊടുക്കുന്ന സമയവുമാണ്. മഴ ഇങ്ങനെ മേഘത്തിലാക്കി വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ അല്ലാഹു ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. താഴേക്ക് പെയ്തിറങ്ങാൻ നമ്മുടെ പ്രാർത്ഥനകൾക്കൊപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ കൂടി വേണ്ടിവരും. ആ കൊടുക്കുന്ന സംഖ്യ ധനാഢ്യരായ ആളുകളുടെ ഔദാര്യമാണ് വിചാരിക്കുന്നവരാണ് പലരും. അല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. ഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. ഹഖ്ഖുൻ മഅലൂം 2.5%, കൃഷിയാണെങ്കിൽ 10%, നിധിയാണെങ്കിൽ 20%, ചിലപ്പോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷിയാണെങ്കിൽ 5%. ഇങ്ങനെ ശതമാനക്കണക്കിന് അത് പാവങ്ങളുടെ ഒരു ഓഹരിയാണ്. ഇതിലൂടെ പാവങ്ങളെ സഹായിക്കുക എന്നതല്ല സക്കാത്തിന്റെ പ്രഥമവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷ്യം. തെറ്റിപ്പോയിട്ടില്ല ഞാൻ പറഞ്ഞത്. ഇതിലൂടെ പാവങ്ങളെ സഹായിക്കുക എന്നതല്ല സക്കാത്തിന്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം. പിന്നെന്താണ്? ഖുൽ മിൻ അംവാലിഹിം സദഖ, പ്രവാചകരെ അവരിൽ നിന്ന്, സത്യവിശ്വാസികളെ, സക്കാത്തിന്റെ സംവിധാനമേ അവരിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വാങ്ങണം. അവരുടെ സമ്പത്തിൽ നിന്ന് സദഖത്തുൻ, അവരുടെ ഈ വിഹിതം നേരത്തെ പറഞ്ഞ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. നിങ്ങൾ പിടിച്ചു വാങ്ങുന്ന അവരുടെ സക്കാത്ത് ഉണ്ടല്ലോ, നിങ്ങൾ കളക്ട് ചെയ്യുന്ന അവരുടെ സക്കാത്ത് ഉണ്ടല്ലോ, ആ സക്കാത്ത് വഴി തുതഹിറുഹും, ആ സക്കാത്ത് ഹും എന്നൊരു ലമീറുണ്ട് അവിടെ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം അത് ബഹുവചനമാണ്. തുതഹിറുഹും, അവരെ അത് സംസ്കരിക്കും, അവരെ അത് ശുദ്ധീകരിക്കും. വതുസക്കീഹിം ബിഹാ, അവരെ സംസ്കരിക്കും. ബിഹാ, എന്ന ലമീറാണ് സക്കാത്തിന്റെ വിഹിതത്തിലേക്ക് മടങ്ങുന്നത്. നിങ്ങൾ വാങ്ങുന്ന സക്കാത്തിന്റെ വിഹിതം കൊണ്ട് ആ സക്കാത്തിന്റെ സമ്പത്ത് ശുദ്ധീകരിക്കും എന്ന് സാധാരണ നിങ്ങൾ കേൾക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സക്കാത്ത് കൊടുക്കാതെ മ്ലേച്ഛമായി പോയ, മലിനമായി പോയ സമ്പത്തും ഹലാലായ സമ്പത്തും കൂടിക്കലർന്ന് എല്ലാം കൂടി നാശമായി പോവാതെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക എന്നൊരു പ്രക്രിയ സക്കാത്തിൽ നടക്കുന്നുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനേക്കാൾ മികച്ചത് ആ സക്കാത്തിന്റെ അവകാശികളായ ആളുകളുടെ മനസ്സിൽ നിന്ന് ആർത്തി, ഈ പരിധിയില്ലാത്ത ധനവാഞ്ച, സ്വാർത്ഥത, കുടിലത, ലുബ്ധ്, സങ്കുചിത്വം, ക്രൂരത തുടങ്ങിയ
കുറെ കാര്യങ്ങൾ ഇല്ലാതെയായി പോകും. എന്നിട്ട് സ്നേഹം, ത്യാഗം, ദയ, സഹാനുഭൂതി എന്ന് പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകും. സമൂഹത്തിലെ വ്യത്യസ്തമായ തബക്കകളിൽ നിന്ന്, ഗൈഡുകളിൽ നിന്ന് സക്കാത്തുകൾ ഇറങ്ങേണ്ടതുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ വിചാരിച്ച സമൂഹത്തിൽ ഏറ്റവും വലിയ ശ്രേണിയിൽ നിന്ന് സക്കാത്ത് ഇറങ്ങുന്നു, ബാക്കി എല്ലാ തബക്കകളും, ബാക്കിയുള്ള എല്ലാ സ്റ്റേജിലുള്ള ആളുകളും സക്കാത്ത് വാങ്ങാൻ കൈനീട്ടി നിൽക്കേണ്ടവരാണ് എന്നാണ്. അല്ല, നിസാബെത്തി കഴിഞ്ഞ ഒരു കൊല്ലം കണക്കായ കാശുള്ളവരൊക്കെയും സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് കൊടുക്കുന്ന തബക്കകൾ പല തട്ടിലുള്ളതാണ്. A, B, C കാറ്റഗറിക്കാരുണ്ടാകും. അതിലൊരു D കാറ്റഗറി ചിലപ്പോൾ വാങ്ങാൻ മാത്രമുള്ളവരായിരിക്കും. ബാക്കിയുള്ള ഈ തബക്കകളിലുള്ള ആളുകൾക്കിടയിൽ സഹാനുഭൂതിയും ദയയും കാരുണ്യവും അനുകമ്പയും ആർദ്രതയും പരസ്പര സഹകരണവും ഒക്കെ ഈ സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഉണ്ടാവണം. അങ്ങനെ സക്കാത്ത് എന്ന സംവിധാനത്തിലൂടെ ഈ സംഗതികൾ ഉണ്ടാവുന്നു എന്നാണ് അള്ളാഹുവിന്റെ കിതാബ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല, അയാൾ എത്ര വലിയവനാണെങ്കിലും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിലെ ഇബാദത്തുകളൊക്കെയും സാമൂഹ്യമായി ആചരിക്കാൻ ഈ ജുമയിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ ജുമയിൽ പങ്കെടുത്ത് ഈ ജുമയിൽ വന്നിരിക്കുന്ന ആളുകൾ, ആ 2 ജുമയും സംശുദ്ധ മനസ്സോടുകൂടി വന്നിരുന്ന ആളുകൾക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നത് അള്ളാഹുവിന്റെ മതം കൽപ്പിച്ചൊരു തീരുമാനമാണ്. ഒരു റമദാൻ ആചരിക്കുന്നു. ആ റമദാൻ ആചരിക്കുന്നത് ഒറ്റയ്ക്കല്ല. റമദാനിലേക്ക് പ്രവേശിക്കുന്നതും റമദാനിൽ നിന്ന് പുറത്തു പോകുന്നതും റമദാൻ എന്നൊരു മാസത്തെ നമ്മൾ ആചരിക്കുന്നതും ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ടാണ്. പെരുന്നാൾ ആഘോഷിക്കുന്നത് കൂട്ടമായിട്ടാണ്. ഹജ്ജ് കൂട്ടമായിട്ടാണ്. സക്കാത്തും കൂട്ടമായിട്ടാണ് ചെയ്യേണ്ടത്. സക്കാത്തും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. സക്കാത്തിന്റെ അവകാശികളെ കുറിച്ച് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായത്തിലെ 60-ൽ 3-ാമതായി പറയുന്ന സ്ഥാനത്ത് പറയുന്നത് ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ. 3-ാമത്തെ സ്ഥാനത്ത് പറയുന്നത് ആ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ എന്നാണ്. 8 വിഭാഗമുണ്ട് അതിൽ. 1, സാധാരണഗതിയിൽ സക്കാത്തിന് ഏറ്റവും അർഹരായ ഫക്കീറന്മാര്, 2 മിസ്കീന്മാര്. 3-ാം സ്ഥാനത്ത് അള്ളാഹുവിന്റെ കിതാബ് എണ്ണിയത് അതിന്റെ ഉദ്യോഗസ്ഥർ എന്നാണ്. ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഉണ്ടാവുക? വീട്ടിൽ നിന്ന് ഞാൻ എന്റെ സക്കാത്ത് എന്റെ പഠിപ്പുര കയറി വരുന്ന ആളുകൾക്ക് ഞാൻ തന്നെ നൽകുകയാണെങ്കിൽ അതിലെന്ത് വല്ല മഹല്ലിലെ സക്കാത്തിന്റെ വിഷയത്തിൽ ഉണ്ടാവേണ്ട സംവിധാനം അള്ളാഹുവിന്റെ കിതാബ് പറയുന്ന പോലെയാണെങ്കിൽ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ സക്കാത്ത് സെല്ല് കുറെ കൂടി വളരേണ്ടതുണ്ട്. അങ്ങനെ വളർന്നിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അതിന്റെ ഒരു സംഗതിയും അവർക്ക് അറിയണം ശരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഇത്ര സക്കാത്ത് വരാനുണ്ട് എന്നൊരു കാൽക്കുലേഷൻ നടത്തണം. ആ കാൽക്കുലേഷന് ആ സക്കാത്ത് ദാതാവിന് സാധിക്കാതെ വന്നാൽ സക്കാത്ത് സെല്ല് സഹായിക്കണം. എന്നിട്ട് അതിന്റെ 2.5% സക്കാത്ത് സെല്ല് വാങ്ങി വരണം. ഈ സക്കാത്ത് സെല്ലാണ് അതിന്റെ അവകാശികളെ കണ്ടെത്തി നൽകേണ്ടത്, അല്ലാതെ സക്കാത്ത് കൊടുക്കുന്നയാളല്ല. അതൊരിക്കലും സക്കാത്തായി മാറൂല. അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ 32 സ്ഥലങ്ങളിൽ സക്കാത്ത് പറഞ്ഞപ്പോ അതിൽ 26-നും നമസ്കാരവുമായി ചേർത്താണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പ്രാധാന്യത്തിലുണ്ടാവും. നമസ്കാരം പൊതുവെ ആളുകൾ ഇന്ന് കുറച്ചുകൂടി പഴയ കാലത്തേനേക്കാൾ നന്നായി നിർവഹിക്കുന്നുണ്ട്. ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മുടെ കുട്ടിക്കാലത്ത് വളരെ ശുഷ്കവും ശൂന്യവുമായിരുന്നു അത് സംഗതിയെങ്കിൽ പള്ളികളിലൊക്കെ നമ്മുടെ ഈ മുതാലിമീങ്ങളെ പഴയ ആൾക്കാർ ഏർപ്പാട് ചെയ്ത് ജമാഅത്ത് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പോകാനായിരിക്കും കൂടാത്തതുകൊണ്ട് ആ കാലം പിന്നീട് ഈ പ്രവാസികളാണെന്ന് തോന്നുന്നു ഈ മലയാളക്കരയിൽ ജമാഅത്ത് സംവിധാനം കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. പ്രവാസികൾ നാട്ടിലുണ്ടാക്കിയ ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഒന്നാണത്. അവർ കൃത്യമായി ജമാഅത്ത് നമസ്കാരം എന്നുള്ള സാധനം ഉണ്ടാക്കി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഏറ്റെടുത്ത് ഇപ്പൊ അത് വളരെ കൃത്യമായ റൂട്ടിൽ പോകുന്നുണ്ട്. ഉംറയും ഹജ്ജും ഒക്കെ വളരെ കണിശമായും മത്സരബുദ്ധിയോടും കൂടി നാട്ടിൽ നടക്കുന്നുണ്ട്. എത്താത്തത് സക്കാത്തിന്റെ വിഷയത്തിൽ തന്നെയാണ്. അവിടെ ഇപ്പോഴും നമ്മൾ ഈ പ്രയോഗതലത്തിൽ എന്താ പറയുക, തർക്കിക്കാനായിട്ട് നിൽക്കുകയാണ്. ഒരു സക്കാത്തിന്റെ വിഷയം ഒരു ഖുത്ബയിൽ പറഞ്ഞാൽ തീരുന്നതല്ല. അതുകൊണ്ട് അതിന്റെ ഫിഖ്ഹിയായ സൈഡിലേക്ക് ഞാൻ കടക്കുന്നേയില്ല.
അതിന് ഖുർആൻ ക്ലാസ്സുകളും അതുപോലെ റമദാൻ ക്ലാസ്സുകളും ഉപയോഗപ്പെടുത്തുക. സംശയം നമുക്ക് തീരാൻ പോണില്ല അതിൽ. അത് സക്കാത്തായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, ഖുദ് മിൻ അംവാലിഹിം സദഖ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായി നടപ്പിലാക്കി. ഈ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായി. ഖുലഫാഉർ റാഷിദുകൾ അത് നന്നായി കൊണ്ടു നടന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടമായപ്പോഴേക്കും ഈ സക്കാത്ത് വാങ്ങാനാളില്ലാത്ത സ്ഥിതി വന്നു എന്നൊക്കെ ഊറ്റത്തോടു കൂടി നമ്മൾ വായിക്കുകയും പറയുകയും ചെയ്യുന്നു. എല്ലാ നാട്ടിലും അത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒരു സംഗതി എൻ്റെ മനസ്സിൽ വരുന്നു. ഇത് തർജുമാനുൽ ഖുർആൻ മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഈ നേതാവ്, തർജുമാനുൽ ഖുർആൻ എന്ന അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ എഴുതി വെച്ച വാചകം കേട്ടോളൂ നിങ്ങൾ. ഇന്ന് മുസ്ലിമീങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഖുർആനിക അധ്യാപനങ്ങളുടെ അന്തസത്ത പരിഗണിച്ച് അവരുടെ സക്കാത്ത് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കിയാൽ മാത്രം അവരുടെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖുർആൻ കൽപ്പിക്കും പ്രകാരം സക്കാത്ത് പ്രയോഗവൽക്കരിക്കാൻ അവർക്കൊരിക്കലും കഴിയുന്നില്ല. അവർ ഇപ്പോഴും അതിന് തയ്യാറുമല്ല. തന്റെ കൈവശമുള്ള സമ്പത്തിൽ നിന്നൊരു ചെറിയ വിഹിതമെടുത്ത് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആർക്കെങ്കിലും കൊടുത്താൽ സക്കാത്ത് ബാധ്യത അവസാനിക്കുമെന്നാണ് പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊരിക്കലും സക്കാത്താകുന്നില്ല. മുസ്ലിം സമൂഹം അവരുടെ സക്കാത്ത് വിഹിതം കൃത്യമായി കണക്കാക്കി സക്കാത്ത് ഫണ്ടിൽ നൽകി അവർ മുഖേന അർഹരിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിലർ പറയും, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണമില്ലല്ലോ എന്ന്. അതുകൊണ്ട് വ്യക്തിപരമായി നൽകാൻ നാം നിർബന്ധിതരായിരിക്കുന്നു എന്നും അവർ വാദിക്കും. ഈ വാദം പരിഗണനീയമേയല്ല. അവർക്ക് ഇസ്ലാമിക രാഷ്ട്രമില്ലാത്തത് കൊണ്ട് അവരുടെ ജുമുഅക്ക് ഒരു ഭംഗവും വരുന്നില്ല. ഇമാമും ഭരണാധികാരിയും ഇല്ലാതെ അത് നടപ്പിലാക്കാൻ കഴിയുന്നെങ്കിൽ എന്തുകൊണ്ട് സക്കാത്തും അങ്ങനെ നടപ്പിലാക്കിക്കൂടാ? ഒരാവശ്യവുമില്ലാതെ ധാരാളം സംഘടനകൾ ഉണ്ടാക്കുന്നവർക്ക് എന്തുകൊണ്ട് സക്കാത്ത് വ്യവസ്ഥാപിതമായി നടപ്പിലാക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൂടാ? ഒരു കേന്ദ്ര ബൈത്തുൽ മാലും അതിനൊരു നേതാവും എന്തുകൊണ്ട് അവർക്കായിക്കൂടാ? തർജുമാനുൽ ഖുർആന്റെ മഹാനായ പണ്ഡിതന്റെ 3-ാം വാള്യത്തിലെ പരിഭാഷയുടെ 3-ാം വാള്യത്തിലെ 424 ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ. എന്തൊക്കെയായാലും ശരി, ഈ വിഷയത്തിൽ തർക്കിക്കാവുന്ന സംഗതികളൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറെ കൂടി ഗഹനമായ ഒരു പഠനം നമ്മൾ ഓരോ ഞാനും നിങ്ങളും നടത്തണം. എല്ലാവരും ആ വിഷയത്തിൽ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല എന്ന ഒരു വകതിരിവുണ്ടാവുകയാണ് നല്ലത്. കുറെ കൂടി ഞാനും നിങ്ങളും ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങനെ പഠിച്ചറിഞ്ഞ് കുറെ കൂടി വ്യവസ്ഥാപിതമായി ഈ സംവിധാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത്, ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളൊക്കെയും പഠിച്ചറിഞ്ഞ് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി നല്ല വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കാമെന്ന് ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സക്കാത്ത് നമ്മുടെ സമ്പത്തിൻ്റെ 2.5% നൽകിയാൽ മതി. ഒരു വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമ്പൽ വ്യവസ്ഥയുടെ മനോഹരമായ ഭാഗം അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നുകൂടി ചേരുമ്പോഴാണ്. അതെന്താണെന്നറിയോ? ഈ 8 കൂട്ടരെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബിൽ മാതാപിതാക്കളെ പറഞ്ഞില്ല, മക്കളെ പറഞ്ഞില്ല, അയൽവാസിയെ പറഞ്ഞില്ല, രോഗികളെ പറഞ്ഞില്ല, അനാഥകളെ പറഞ്ഞില്ല. എന്തുകൊണ്ടാവാം അങ്ങനെ പറയാതിരുന്നത്? നമ്മളുടെ കയ്യിലുള്ള ഏതാനും കാശ്, നമ്മുടെ കാശിൻ്റെ ഈ 2.5
5% കൊണ്ട് നിർവഹിക്കാവുന്ന ബാധ്യതകളല്ല അവരുമായി നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുക്കേണ്ട നിർണിതമായ സക്കാത്തിന്റെ വിഹിതം എൻ്റെ മാതാപിതാക്കളുടെ പരിപാലനത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും ഞാൻ അത് മാത്രം കണക്കാക്കി നിന്നാൽ തികയൂല. അയൽവാസിക്ക് വേണ്ട ആവശ്യങ്ങളിലേക്ക് വിശാലമായ ആവശ്യങ്ങൾ എൻ്റെ 2.5% നിൽക്കൂല. അനാഥകളുടേത് അതിനേക്കാൾ വലുതാണ്. അങ്ങനെ ഉള്ളതുകൊണ്ട് അള്ളാഹുവിന്റെ മതം നിയമമാക്കി നോക്കൂ നിങ്ങൾ. യജിബുൽ ഇൻഫാഖ് അലൽ ഉസൂലി വൽ ഫുറൂ. മാതാപിതാക്കളും അവരുടെ മേലെയുള്ളവരും കുട്ടികളും സന്താന പരമ്പരയും അവർക്ക് ചെലവിന് കൊടുക്കുക എന്നത്, അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക എന്നത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. എൻ്റെ മകന്, എൻ്റെ മകൾക്ക്, ആ മകനോ മകൾക്കോ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അവർക്ക് സാമ്പത്തികമായി സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് എൻ്റെ നിർബന്ധ ബാധ്യതയാണ്. ഉപ്പാക്ക് സാമ്പത്തികമായി ശേഷിയില്ലെങ്കിൽ മക്കളുടെ ബാധ്യതയാണ് അവർക്ക് സാമ്പത്തികമായി കേൾപ്പുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നത് അനിവാര്യമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരെയാണ് നമ്മൾ കുട്ടികൾ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ കാര്യത്തിൽ നിർബന്ധമായ ഒരു ബാധ്യത നമ്മിൽ ഉള്ളതുകൊണ്ട്, മക്കളിൽ ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അത് അവനവന് തന്നെ ആ സമ്പത്ത് കൊടുക്കുന്നതിന് തുല്യമാണ്. മനസ്സിലാകുന്നില്ല? ഞാൻ 5000 രൂപ സക്കാത്തിന്റെ പൈസയാണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് നൽകിയാൽ അതിനർത്ഥം സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ആ 5000 രൂപ ഞാൻ തന്നെ പോക്കറ്റിലിടുക എന്നതാണ്. എങ്ങനെ? ആ കാശ് അല്ലാതെ തന്നെ സക്കാത്തിന്റെ വിഹിതമല്ലാതെ കൊടുക്കേണ്ട ബാധ്യത ഇസ്ലാം എന്റെ പെരടിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് അസലിനും ഫറയിനും സക്കാത്ത് കൊടുത്തുകൂടാ എന്നാണ് നിയമം. അതുപോലെ കുറെ ആളുകളുണ്ട് സക്കാത്ത് ഫണ്ടിൽ നിന്ന് സക്കാത്ത് വാങ്ങുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടേണ്ട, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടേണ്ട. അതുകൊണ്ട് അന്ന കുല്ലു മാ യജിബു അലൽ ഇൻസാനി അയ്യുൻഫിഖ അലൈഹി ഫലാ യജൂസു അൻ യദ്ഫഅ സക്കാത്തു മാലിഹി ഇലൈഹിം. ചെലവിന് കൊടുക്കാൻ സ്വമേധയാ ബാധ്യതയുള്ള ആളുകൾക്ക് സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് കാശ് കൊടുക്കാൻ പാടില്ല. അയാൾ കൊടുത്തുകൂടാ എന്നാണ്. സക്കാത്ത് ഫണ്ടിൽ നിന്ന് അയാൾ ദരിദ്രൻ എന്നയാൾക്ക് സക്കാത്ത് കമ്മിറ്റി കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സക്കാത്ത് ഫണ്ടിലേക്ക് തരുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ എന്റെ വിഹിതം ഇത്ര അവിടേക്ക് കൊടുത്തിരിക്കുന്നു എന്ന ന്യായം പറയലിനെയാണ് ഈ വാക്കുകൊണ്ട് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. അല്ലെങ്കിൽ ഈ സക്കാത്തിന്റെ വിഹിതം നോക്കിയിട്ട് അത് കൊടുത്തത് കൊണ്ട് നമുക്ക് എങ്ങനെ അവരെ പരിപാലിക്കാനാവും? ഒരു അനാഥ സംരക്ഷണത്തിന് എങ്ങനെ അത് സാധിക്കും? ഒരു വീട് വെച്ച് കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ എങ്ങനെ അത് സാധിക്കും? ഒരുപാട് ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ എങ്ങനെയാണ് സക്കാത്ത് കമ്മിറ്റിയിൽ വരുന്ന കാശ് കൊണ്ട് മാത്രം ഒരു നാട്ടിലെ വലിയ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുക? ഉണ്ടാകും. ഒരുപക്ഷെ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ അത്ര പെർഫെക്റ്റ് ആയി അതുപോലെ നടക്കുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ എന്ത് പറയാനാണ്? അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ. ഇതാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ള ഒരു ആയത്ത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണവർ. എപ്പോ? ബില്ലൈലി വന്നഹാർ, രാപ്പകൽ ഭേദമന്യേ, സിർറൻ വഅലാനിയ, സ്വകാര്യമായും പരസ്യമായും. സക്കാത്ത് എന്താ? സക്കാത്ത് പരസ്യമാണ്, പരസ്യമായിട്ടാണ് കൊടുക്കുകയാണ്. സ്വകാര്യമായി കൊടുക്കേണ്ട കുറെ സംഗതികളുണ്ട്. രാവും പകലും ആണ്ടിൽ 365 ദിവസവും കൊടുക്കേണ്ട സംഗതികളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ പക്കൽ കൂലിയുണ്ട്. ഈ ഒരു സംവിധാനത്തെ കുറിച്ച് പഠിച്ചറിഞ്ഞ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നുണ്ട്. ഇസ്ലാമിന് ശത്രുക്കളായ ആളുകൾ പോലും വല്ലാത്തൊരു സംവിധാനം. ആ സംവിധാനത്തിന്റെ കീഴിൽ ആണ് നമ്മളിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. 94 ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ ഇതുപോലെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സക്കാത്തിനെ കുറിച്ചല്ല, സക്കാത്തിന്റെ പുറത്തുള്ള ചെലവഴിക്കലിനെ കുറിച്ച്. നമ്മൾ ചെലവഴിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ നിർബന്ധമായ ബാധ്യത സക്കാത്തിന്റെ വിഷയത്തിൽ കുറെ കൂടി പെർഫെക്റ്റ് ആവണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. കുറച്ചുകൂടി ബാക്കിയുള്ള സദഖകളും സംഗതികളും ഒക്കെ എമ്പാടും നടക്കുന്നുണ്ട്. ഇന്ന് റമദാനിലെ ഈ 2ാമത്തെ വെള്ളിയാഴ്ച മലയാളക്കരയിലെ പള്ളികളിലൊക്കെയും
പള്ളികളിലൊക്കെയും എത്രയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഇറങ്ങുന്നത് എന്നത് ഒന്നാകെ കണക്കെടുത്താൽ അത്ഭുതപ്പെടും. ഓരോ സംഘത്തിന്റെയും അവരുടെ ആതുര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘങ്ങൾക്കും ഓരോരുത്തരും പിരിവെടുക്കുന്നതെന്നാണ്. നമ്മൾ IMB-ക്ക് വേണ്ടിയാണ് ഔദ്യോഗികമായി കലക്ഷൻ എടുക്കുന്നത്. IMB എന്ന സംവിധാനത്തെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. IMB-ക്ക് വേണ്ടി നമ്മൾ ഔദ്യോഗികമായി കലക്ഷൻ എടുക്കുന്നു. പിന്നെ പുറത്ത് അതുപോലെ നമ്മൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട സംവിധാനങ്ങൾക്ക് വേണ്ടി ആളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഈ സക്കാത്തിന്റെ ലിസ്റ്റിലേക്ക് എണ്ണരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് വേറെ ആയിക്കൊള്ളണം. എന്നിട്ട് അങ്ങനെയുള്ള പ്രശ്നത്തിൽ ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുന്നു. ഇന്ന് നമ്മൾ IMB-യുടെ കലക്ഷൻ എടുക്കുന്നു. റമദാനിന്റെ ഈ പവിത്രമായ മാസത്തിൽ അതിന്റെ ആവശ്യങ്ങളൊക്കെ നോക്കി നന്നായി അതിനോട് സഹായിക്കണം എന്നുണർത്തുകയാണ്. ഞായറാഴ്ച സ്കൂളിൽ മുനീർ മദനിയുടെ ക്ലാസ്സാണുള്ളത്. ആ ക്ലാസ്സിന് ശേഷം നമ്മൾ എടപ്പാളിലെ ഇഫ്താർ ക്യാമ്പിലേക്ക് ഇവിടുന്ന് ബസ്സുണ്ടാകും. ആ ബസ്സിൽ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പോകാനുള്ള സൗകര്യമുണ്ടെന്ന് അറിയിക്കുകയാണ്. പിന്നെ ളുഹർ നമസ്കാരത്തിന് ശേഷം ഇവിടെ നടക്കുന്ന ചൊവ്വാഴ്ച ക്ലാസ്സിൽ ഇപ്രാവശ്യം അസീം സലാഹിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും എന്നുറപ്പുന്നു. ഇത്തരം സംരംഭങ്ങളോടൊക്കെ നന്നായി സഹകരിക്കുകയും റമദാനിനെ കുറച്ചുകൂടി ജീവസുറ്റതാക്കുകയും ആത്മാർത്ഥതകൾ കൂടി മുമ്പോട്ട് പോകുന്നതാക്കുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്.